എല്ലാവർക്കും ഡയഗി ടൂൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഡയഗി ടൂൾസ് എന്ന പേരിൽ ഫ്രീക്വൻ്റ് ആയിട്ടും ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ടൂളുകളെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അഡ്വാൻസ്ഡ് പ്ലസ് മാത്രമല്ല, അത് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് വരുന്ന ടൂളും കൂടിയാണ്. എക്സോഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൾട്ടി പ്രോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് വന്നിരുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാര്യങ്ങളും റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൂളിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ ആയിട്ട് തരാം. എന്താണ് എക്സോഴ്സിൻ്റെ മൾട്ടി പ്രോഗ്, അതേപോലെ നമ്മളിത് എന്ത് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഫീൽഡിൻ്റെ അകത്ത്, അതായത് ഓട്ടോമോട്ടീവ് കീ മേക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ECU റിപ്പയർ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും തന്നെ ചെയ്യേണ്ടി വരുന്നൊരു വർക്കാണ് ഒരു കൺട്രോൾ മൊഡ്യൂളിൻ്റെ അകത്തുള്ള ഡാറ്റയെ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസ്. സോ നമ്മൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ ഒരു കൺട്രോൾ മൊഡ്യൂളിൻ്റെ അകത്ത് ഡാറ്റയെ റീഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു ഡിവൈസിൽ 3 ടൈപ്പായിട്ട് ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. ഒന്ന് ബൂട്ട് മോഡാണ്, അതായത് നോർമലി ECU ഓപ്പൺ ആക്കിയിട്ട് ചെയ്യേണ്ടി വരുന്ന റീഡിങ്. 2 ബെഞ്ച് മോഡാണ്, നമുക്ക് ECU ഓപ്പൺ ആക്കാണ്ട് തന്നെ ബെഞ്ചിൽ വെച്ച് കപ്ലറിൽ എൻ്റെ സോക്കറ്റെല്ലാം കറക്റ്റായിട്ട് പിന്നുകളെല്ലാം കണക്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരുന്നത്. 3ാമത് OBD കൂടെയാണ്. ഈ ഒരു പർപ്പസ് ഉപയോഗിച്ചിട്ട് ഒരു കാറിൻ്റെ അകത്ത് വരുന്ന പല മൊഡ്യൂൾസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡിവൈസ് വെച്ച് റീഡ് ചെയ്യാനും അതിൽ ഡാറ്റ റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഇതിനകത്തൊരു അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്ന ഫീച്ചറാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡാറ്റ നമ്മൾ റീഡ് ചെയ്തെടുത്തു. ഇത് നമ്മൾ റീഡ് ചെയ്തെടുത്ത ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡാറ്റയെ കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റ്. അങ്ങനെ ആ സ്ക്രിപ്റ്റും കൂടി എന്തുണ്ട് ഇതിൻ്റെ ഒപ്പം നമുക്ക് അവൈലബിൾ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഓഡോമീറ്ററിൻ്റെ റീഡിങ് എഡിറ്റ് ചെയ്യുന്നവർക്കായിട്ട് സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാഹനത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് ഡാറ്റ റീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ റീഡ് ആവുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, അത് കറൻറ്റ്ലി എത്ര കിലോമീറ്റർ ആണോ റീഡിങ്ങിലുള്ള ആ കിലോമീറ്റർ എഴുതി കാണിക്കും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് നമുക്ക് വേണ്ട കിലോമീറ്റർ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് എന്താവും, ഈ ഒരു ഡാറ്റ തിരിച്ച ക്ലസ്റ്ററിൻ്റെ അകത്തേക്കാണെങ്കിൽ ക്ലസ്റ്ററിൻ്റെ അകത്തേക്ക് റൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ക്ലസ്റ്റർ മാത്രമല്ല, ECM, BCM, ABS എന്നുള്ള മൾട്ടി മൊഡ്യൂൾസാണ് എന്ത് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഞാനത് ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കേസ്, നമ്മളിതിൻ്റെ ബേസ് വെർഷനായിട്ടുള്ള PVD Pro എന്നൊരു ഡിവൈസ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ഡിവൈസും ഈ മൾട്ടി പ്രോ എന്ന് പറഞ്ഞ ഡിവൈസും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ VVD Proവിനകത്ത് നമുക്ക് OBD ഓപ്ഷൻസോ കാര്യങ്ങളില്ല, അതേപോലെ തന്നെ ECUയുടെ കവറേജുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടിനെ വർക്ക് ബേസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൾട്ടി പ്രോ എന്ന് പറഞ്ഞ ഡിവൈസ് ഈ പറയുന്ന 3 ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്: റൂട്ട്, ബെഞ്ച്, OBD. അതുപോലെ തന്നെ ECUസിൻ്റെ നമ്മൾ PC300 ക്രാക്ക് വെർഷനൊക്കെ വരുന്ന 67-in-1 എന്ന് പറയുന്ന ആ ഒരു ECU റീഡ് റൈറ്റ് ടൂളിൻ്റെ അതേ കവറേജ്, അതിൽ കൂടുതൽ, അത് MD1 ECU, അതേപോലെ സ്വിഫ്റ്റിൻ്റെ ന്യൂ മോഡലായിട്ടുള്ള സുസുക്കിയുടെ BS6 ECU, ഇങ്ങനെയുള്ള ഒരുപാട് കവറേജുകൾ ഈ ടൂളിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടൂളിൻ്റെ നമ്മൾ മറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂളിനകത്ത് എനിക്ക് റീസെൻ്റ്ലി ഒരു വർക്ക് വന്നത് ടാറ്റയുടെ BS6 BSIM ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഡാറ്റ കറപ്ഷൻ വന്ന് BSIMലെ ഡാറ്റ പോയി നമുക്ക് അത് റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷനായിട്ടാണ് വരുന്നത്. നോർമലി നമ്മുടെ കയ്യിലുള്ള ഒരു ടൂളുകളിൽ ഇങ്ങനെ ടാറ്റയുടെ BSIMലെ ഡാറ്റ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ അതിനുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതേപോലെ അതിൻ്റെ ന്യൂ ടൈപ്പ്, അതായത് ഇപ്പോൾ വരുന്ന MCUs എല്ലാം തന്നെ OTP MCUs ആണ്. OTP എന്ന് പറഞ്ഞാൽ 1 ടൈം പ്രോഗ്രാം MCUs ആണ്. അപ്പോൾ നമ്മൾ ഡാറ്റനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റൈറ്റ് ചെയ്യാനൊക്കെ സാധിക്കാതെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ, അതായത് ഈ BS6 പുതിയ ടെക്നോളജികൾ, പുതിയ ഇലക്ട്രോണിക്സ് ഓപ്ഷൻസ് വരുന്ന കാലഘട്ടത്തിൽ, ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് വന്ന ഈ ഒരു BSIMൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് VVD Pro ട്രൈ ചെയ്തപ്പോൾ നടക്കില്ലായിരുന്നു. VVD Pro ഇവരുടെ തന്നെ ബേസ് വെർഷനാണ്, പക്ഷേ എന്താ അല്ല ആ ഓപ്ഷനിൽ കാണിക്കുന്നുണ്ടെങ്കിൽ റീഡ് ആവുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ മൾട്ടി പ്രോ എടുത്തു. മൾട്ടി പ്രോവിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് വർക്കിനേക്കാൾ ഉപരി, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രൊഫഷണൽ ടൂളാണെന്ന് പറഞ്ഞല്ലോ, വർക്കിനേക്കാൾ ഉപരി ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഏതൊരു MCU ആണോ ആ MCUവിൽ നിന്ന് ഡയറക്റ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറേ കൂടി ഈസി ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ആ ഒരു BC നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ആ ടിയാഗോയുടെ BSIM. ഈ ഒരു BSIMൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റയെ റീഡ് ചെയ്യാനും അതേപോലെ തന്നെ ഡാറ്റയുടെ ഓപ്ഷൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി ആ ഒരു ബോർഡ് ഇവിടെ ടേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡ് കറക്റ്റായിട്ട്, ഇതാണ് മൾട്ടി പ്രോ ഡിവൈസ്. ഈ ഡിവൈസിൻ്റെ ഒപ്പം തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ MCU കേബിൾ ഉപയോഗിച്ചിട്ട് BSIMലേക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ USB കേബിൾ വഴി സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 12 വോൾട്ട് പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് സിസ്റ്റത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ റൺ ആകണമെന്നും എങ്ങനെയാണ് നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കേണ്ടതെന്നും ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബോക്സിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇതാണ് മൾട്ടിപ്രോഗിൻ്റെ ഒരു ബോക്സ് ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ ലാബാണ്. ഓക്കെ, എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്രോവിൻ്റെ ആക്സസറീസ് ആണ് വരുന്നത്. ആക്സസറീസ് ആണ് നമുക്ക് മെയിനായിട്ട് കാണേണ്ടതുള്ളൂ. കാരണം ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ഡിവൈസ് വയ്ക്കാനുള്ള ആ ഒരു സ്പേസ് മാത്രമാണുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് മൾട്ടിപ്രോഗ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആക്സസറീസ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ആക്സസറി ബോക്സിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതൊരു OBD ടൂൾ ആയതുകൊണ്ട് തന്നെ OBD കേബിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ECU കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ECU കേബിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ECU പിൻസുകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വൺ എൻഡ് ഈ ഒരു കേബിളിൽ കണക്ട് ചെയ്തിട്ട് മറ്റേ എൻഡാണ് എന്ത് ചെയ്യുന്നത്, പിന്നിൻ്റെ സൈസ് അനുസരിച്ച് ECUയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ കേബിൾസ്, അതേപോലെ ഒരു വൈഫൈ ഡോങ്കിൾ, ഇതിൻ്റെ ഒരു പവർ അഡാപ്റ്റർ, ഒരു കാറ്റലോഗ്, അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വർക്കിങ്ങിൽ എങ്ങനെയാണ് അതിനെ റീഡ് ചെയ്യണമെന്നും കൂടി എന്ത് ചെയ്യാം നോക്കാം. നമ്മൾ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തേക്കുന്നത് USB കേബിൾ വഴിയാണ്. അതേപോലെ തന്നെ ഒരു പവറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. മൾട്ടിപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് ഇത് ലോഞ്ചായ ടൈമിന് അതിൻ്റെ ആ സോഫ്റ്റ്വെയറിൻ്റെ ലോഡിങ് ടൈം വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി കുറേയൊക്കെ ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ലോഞ്ച് ആകുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ ടേബിളിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ആ ഒരു BCMൻ്റെ MCU റീഡ് ചെയ്യാനുള്ള അതിന് നമ്മൾ ട്രൈ ചെയ്യാം. കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി സോഫ്റ്റ്വെയർ ബേസ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീപ് ഫ്ലാഷിനകത്താണ് പൊതുവേ ഈ വണ്ടിയുടെ കീ റിലേറ്റഡ് ഡാറ്റാസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു ഡീപ് ഫ്ലാഷ് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളൊരു MCUയിലേക്ക് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫോട്ടോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്തത്, അതിൻ്റെ പിന്നെ കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് സോൾഡറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്, ഏത് കേബിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് തന്നെയുള്ളത് ഡാറ്റാസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ ഒരു ഇൻ്റർഫേസ്. നമുക്ക് ഇൻ്റർഫേസ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. പിന്നെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡീപ് ഫ്ലാഷ് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ റീഡ് എന്ന് പറയുന്നുള്ള ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കണ്ടാൽ മനസ്സിലാവും ഡിവൈസിൻ്റെ ഇൻസ്റ്റലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. അതേപോലെ തന്നെ ഒരു കുറച്ചുകൂടി നെറ്റ്വർക്ക് ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്ന സിസ്റ്റമാണ്. ഈ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ചിപ്പിൻ്റെ ഡാറ്റ റീഡിങ്ങും അതേപോലെ തന്നെ അനലൈസിങ്ങും നടക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സെയിം വർക്കല്ല, ഒരു ഫോർഡ് ആസ്പെയറിൻ്റെ വർക്ക് എനിക്ക് ഇതേപോലെ തന്നെ VVD പ്രോഗിൽ ഫെയിലായ ആ ഒരു സെയിം വർക്ക് മൾട്ടിപ്രോവിനകത്ത് സക്സസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയ ഒരു ഡിവൈസാണ് ഈ ഒരു മൾട്ടിപ്രോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡാറ്റ കാര്യങ്ങളെല്ലാം കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് ഓൾറെഡി ഡാറ്റ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഡാറ്റ ഒന്ന് സേവ് ചെയ്യാം. കാരണം ഓൾറെഡി ഞാൻ വർക്ക് ഇത് ചെയ്ത് കാരണം പ്രീവിയസ്ലി സേവ് ചെയ്ത ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡീപ് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളൊരു ഇതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ഡാറ്റാസ് എന്ത് ചെയ്യാം, C ഫ്ലാഷ് ആയിക്കോട്ടെ ഡീപ് ഫ്ലാഷ് ആയിക്കോട്ടെ എന്ത് ചെയ്യാം, റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഇതിൻ്റെ വിൻഡോ എല്ലാം നമുക്ക് ഫെമിലിയർ അല്ലാതെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് ഇതിനകത്ത് നമ്മളൊരു MCU ആണോ EEPROM ആണോ BCM ആണോ ECM ആണോ സെലക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഓൾ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഓളിനകത്ത് നമുക്ക് വേണ്ടത് ECM ആണോ, ഞാൻ ECU എന്ത് ചെയ്യുമോ സെലക്ട് ചെയ്യുമോ, എഞ്ചിൻ കൺട്രോൾ ECU എന്ത് സെലക്ട് ചെയ്തു. നമുക്കിവിടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ഒരു മാനുഫാക്ചറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് ടാറ്റ സെലക്ട് ചെയ്യുന്നു. ടാറ്റയുടെ അകത്ത് മാറ്റ് മെർലിയുടെ 2 ECM വരുന്നുണ്ട്. നമ്മൾ നോർമലി റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ECU ആണ്. ആ ECUയുടെ എന്ത് ചെയ്യുന്നുണ്ട്, റീഡ് റൈറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് പകരം അടുത്തത് വേറൊരു ബ്രാൻഡ് എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ നേരത്തെ 67-in-1 എന്ന് പറയുന്ന ആ ഒരു ECM ഫ്ലാഷിനേക്കാൾ കൂടുതൽ കവറേജ് എന്ത് ചെയ്യുന്നുണ്ട് കൊടുത്തന്നെ. സ്വിഫ്റ്റ് ECU സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ പെട്രോൾ ECU കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ BS6 വരുന്ന പുതിയ ECU കൊടുത്തിട്ടുണ്ട്. ഇത് 8DS എന്ന് പറയുന്നത് മാൻമർലിയുടെ ഡീസൽ ലാസ്റ്റ് ഇറങ്ങിയ ഒരു ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ഒക്കെ അധികമായിട്ട് കാണുന്ന ആ ഒരു ECU കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡെൻസോ ECU കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിനകത്ത് ECUയുടെ കവറേജ് ആയിട്ട്. പിന്നെ ഓരോ ECU നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്ന ടൈമിലും എങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്. നമ്മൾ എവിടേക്കാണ് പിൻസ് കൊടുക്കേണ്ടത്,
എങ്ങനെയാണ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കണക്ഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ഈസിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിന് പകരം ജസ്റ്റ് ഒരു എയർ ബാഗിൻ്റെ മൊഡ്യൂൾ നോക്കാം. എയർ ബാഗിൻ്റെ മൊഡ്യൂളാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും സുസ്കിയ, കാരണം നമ്മൾ കോമൺലി കുറേയൊക്കെ വർക്ക് ചെയ്യുന്നപ്പോൾ സുസ്കി ആയതുകൊണ്ട് തന്നെ സുസ്കിയുടെ കോമൺലി വരുന്നത് 4 ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡലുകളിൽ ഇതേ എയർ ബാഗ് മൊഡ്യൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ബലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രം എന്ത് ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് HD ഇമേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റി ഉള്ള കുറച്ചുകൂടി HD ആയിട്ടുള്ള സൂമബിൾ ആയിട്ടുള്ള ഇമേജ് എന്ത് ചെയ്യും, ഡൗൺലോഡായി കിട്ടുന്നതാണ്. അപ്പോൾ അത് നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. എനിവേ അത് ആ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ ഉള്ളത് എയർ ബാഗ് മൊഡ്യൂൾ അല്ലാതെ പിന്നെ ലിത്തിയം, അതിൽ പുതിയ കുറച്ചും കൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ബാറ്ററി സിസ്റ്റം വരുന്ന വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. ECU ഉണ്ട്, എയർ ബാഗ്, ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞ OBD കോഡ് എന്ത് ചെയ്യാം, അതിൻ്റെ കിലോമീറ്റർ ഡാറ്റ പോലുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ വീണ്ടും സുസ്കി തന്നെ കാണിക്കും. അപ്പോൾ സുസ്കിയിൽ നിങ്ങൾ നോക്കിക്കോ, സുസ്കിയുടെ ഡാഷ്ബോർഡിനകത്ത് ഈ പറയുന്ന പാർട്ട് നമ്പറിൽ വരുന്ന എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, OBD ത്രൂ എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ OBD ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡാറ്റ റീഡ് ചെയ്യാനും അതിനൊപ്പം തന്നെ ഈ കാണുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, OBD ത്രൂ റീഡ് ചെയ്യുന്ന ഡാറ്റയെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിതിനകത്ത് സ്ക്രിപ്റ്റ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കാരണം നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ ടൂളാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ MD1 ECU റീഡ് ചെയ്യാം, അതായത് മഹീന്ദ്രയുടെ മഹീന്ദ്ര, അതേപോലെ തന്നെ പുതിയ BS6 ഡീസൽ വെഹിക്കിൾസിൽ വരുന്ന MD1 ECU കുറേ പേർക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഓപ്ഷൻ വരുന്നതിനോടൊപ്പം തന്നെ ഇവരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് പറയുന്നത്. കാരണം മൾട്ടി പ്രോ അല്ല, VVD പ്രോവിന് ഇനി അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതെല്ലാം വരാൻ നിൽക്കുന്നത് ഈ മൾട്ടി പ്രോ എന്ന് പറഞ്ഞിട്ട് ഡിവൈസിനാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള കീ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റിയും 2020 മേളിലേക്കുള്ള വെഹിക്കിൾസ് അതിൻ്റെ കീ സിസ്റ്റം കുറച്ചും കൂടി സെക്യൂർ ആക്കിയിട്ട് നമുക്ക് പല മൊഡ്യൂളുകൾ അഴിക്കേണ്ടതായിട്ടും അഴിച്ച മൊഡ്യൂളിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു ടൂളാണ് ഈ മൾട്ടി പ്രോ. അതുപോലെ ലൈഫ് ടൈം ആണ് ഇതിൻ്റെ അപ്ഡേറ്റ്. സ്ക്രിപ്റ്റ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പോലെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ വെർത്തായിട്ടുള്ളൊരു ടൂളായിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് ഈ ഒരു ടൂളിൻ്റെ ഒപ്പം ഇതിൻ്റെ ബേസ് വെർഷൻ ആയിട്ടുള്ള VVD പ്രോവിൻ്റെ സോഫ്റ്റ്വെയർ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യാം. ഞാൻ അത് മിനിമൈസ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ VVD പ്രോവിൻ്റെ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഓപ്പൺ ആക്കി. ഇപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത വർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി അടുത്ത ഓപ്ഷനായിരുന്നു. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഏത് വർക്കാണ് ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ള ഓപ്ഷൻസ്. ഇതിനകത്ത് ഞാൻ ECU എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ECU എന്നിട്ട് കവറേജ് എന്ന് പറഞ്ഞാൽ ആകെ കാണുന്ന ഈ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളൂ. അപ്പോൾ അതേ സമയത്ത് മൾട്ടി പ്രോവിൻ്റെ അകത്ത് നമ്മൾ ECU എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളും എന്തുണ്ട് ഇതിനകത്ത് ലിസ്റ്റ് ഔട്ടഡ് ആണ്. അതെല്ലാം വൈഡ് ഏരിയയുടെ കവറേജും ഉണ്ട്. സോ ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് നമുക്കിനി VVD പ്രോഗ് എടുക്കുന്നതിനേക്കാൾ നല്ലത് മൾട്ടി പ്രോഗ് എടുക്കുന്നതായിരിക്കും എന്ന് പറയാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രൊഫഷണൽ ടൂൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ വരുന്ന വർക്ക് ഈ ടൂളിനകത്ത് ഓപ്ഷണലായിട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ ടാറ്റയുടെ ആ ഒരു BCMൻ്റെ കേസ്, നമ്മൾ ടാറ്റയുടെ അതർ മൊഡ്യൂളിൽ കയറിയിട്ട് അതെല്ലാം സാധാരണ BCM വരാറ്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ടാറ്റേനെ കാണാൻ കിട്ടില്ല, കാരണം അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു MCU ഏതാണെന്ന് നോക്കി, ആ MCUയുടെ നമ്പർ നോക്കി, ആ നമ്പറിലുള്ള MCU ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കി, സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടോ എന്ന് നോക്കി. സോ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വർക്ക് ചെയ്യുകയാണ് ചെയ്തത്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളുടെ വർക്ക് എന്താകുന്നില്ല, കംപ്ലീറ്റ് ആകുന്നില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് എഫേർട്ട് എടുക്കുകയും ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഇങ്ങനെ വർക്കുകൾ ചെയ്യുന്നവരായിട്ടുള്ള ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വർക്ക് പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങളൊരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ പറയുന്നതല്ല, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഒരാൾ നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പേ ചെയ്താൽ മേടിക്കുന്നത്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു 1000 രൂപ 2000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ആ ഒരു എമൗണ്ട് പ്രോഫിറ്റ് നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സെല്ലർ പറയുന്നത് എന്താ, നിങ്ങൾ ചോദിച്ച ടൂൾ ഞാൻ നിങ്ങൾക്ക് സെല്ല് ചെയ്തു, അത് എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്. സോ അതുതന്നെയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇതൊരു പ്രൊഫഷണൽ ടൂളാണ്. നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോഴും അതേപോലെ നിങ്ങളാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുന്നത്, അല്ലാണ്ട് സെല്ല് ചെയ്യുന്ന ഡീലറല്ല. പിന്നെ അദ്ദേഹം അത് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സഹായിക്കാനായിട്ട് സാധിച്ചേക്കും എന്നല്ലാതെ
വേറെ റോളോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. സോ ഇതിനകത്ത് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ECUയുടെ മേളിൽ തന്നെ പാർട്ട് നമ്പർ വെച്ചിട്ട് ഏത് സീരീസിൽ ECU ആണെന്നുള്ള ബോഷിൻ്റെ ഹാർഡ്വെയർ നമ്പർ വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു. നമ്മൾ കമ്പാരിസണായിട്ട് VVD പ്രോഗും മൾട്ടി പ്രോഗും പറയുകയാണെന്നുണ്ടെങ്കിൽ VVD പ്രോഗ് ഇനി അപ്ഡേഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല, അത് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നുള്ളത് മൾട്ടി പ്രോഗാണ്. മൾട്ടി പ്രോഗ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇനി വരാൻ പോകുന്ന തരത്തിലുള്ള MCUകളുടെ ഡാറ്റ റീഡും റൈറ്റും ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഈ ഒരു ടൂളിലായിരിക്കും ബെറ്റർ ആയിട്ട് കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് സ്ക്രിപ്റ്റിൻ്റെ തേർഡ് പാർട്ടി കാര്യങ്ങളെല്ലാം കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വൈഡ് റേഞ്ച് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഡെഫിനറ്റ്ലി സാധിക്കുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഡയറ്റ് ടൂൾസ്. ഇതേപോലുള്ള ടൂൾസുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ അതിനെ റെഫർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ടൂൾസിന് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിന് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിലും അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ജാഗോർ ഓട്ടോട്രോണിക്സ് ആയിട്ടാണ്. സോ അവരുടെയാണ് ട്രെയിനിങ് സെൻറ്ററും കാര്യങ്ങളെല്ലാം വരുന്നത്. 1 month കോഴ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ പ്രോഗ്രാമിംഗ്, അതേപോലെ ECU റിപ്പയറിംഗ് പ്രോഗ്രാമിംഗ്, സ്കാനിങ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്, ക്ലസ്റ്റർ കാലിബ്രേഷൻ ആൻഡ് റിപ്പയറിംഗ് എന്നീ പറയുന്ന 4 ടൈപ്പായിട്ട് നമ്മൾ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻഡിവിജ്വലായിട്ട് ടൂൾസുകൾക്ക് വേണമെന്നുണ്ടെങ്കിലും അതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.